Welcome to another vlog of A Lifetime Together. If you're new to this channel, my name is Sharon and this is Arun. We're a doctor couple settled in the UK. We're currently doing our GP training. So today's vlog is to give you all a brief idea about the medical training here in UK and the different job titles you may come across when you start working as a doctor in the NHS. സോ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് നമ്മൾ നാട്ടിലുള്ള സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. ഇപ്പൊ നാട്ടിൽ MBBS 4.5 years ആണ്. അത് കഴിഞ്ഞിട്ട് 1 year ഹൗസ് സർജൻസി അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം. അപ്പൊ ഈ ഹൗസ് സർജൻസിന്റെ സമയത്ത് മിക്കവാറും ഉള്ള എല്ലാ സ്പെഷ്യാലിറ്റീസിലും കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം ആൻഡ് യു വിൽ ഗെറ്റ് ഫുൾ ലൈസൻസ് ടു പ്രാക്ടീസ് ഇൻ ഇന്ത്യ. So here the medical school normally lasts for 5 years, but some medical school require you to do an integrated degree for a year. അപ്പോൾ മൊത്തം 6 years ആകും. ഇവിടെ നാട്ടിലെ പോലെ തന്നെ MBBS കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇവിടുത്തെ ഇന്റേൺഷിപ്പിന് പറയുന്ന UK ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നാണ്. UK ഫൗണ്ടേഷൻ പ്രോഗ്രാം 2 വർഷമാണ്. അപ്പോൾ UK ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ തന്നെ വേറൊരു എക്സാം ഉണ്ട് ഓൺ ടോപ്പ് ഓഫ് ദി ഫൈനൽ ഇയർ MBBS എക്സാം. സോ ദാറ്റ് എക്സാം ഇസ് കോൾഡ് SJT അല്ലെങ്കിൽ സിറ്റുവേഷണൽ ജഡ്ജ്മെന്റ് ടെസ്റ്റ്. അപ്പോൾ ആ എക്സാമിന്റെ സ്കോറിന്റെ ബേസിസിലാണ് നമുക്ക് പ്ലേസ്മെന്റ്സ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 3 പ്ലേസ്മെന്റ് കാണും, സെക്കൻഡ് ഇയറിലും 3 പ്ലേസ്മെന്റ് കാണും, ഈച്ച് ലാസ്റ്റിംഗ് ഫോർ 4 months. അപ്പോൾ മൊത്തം നമുക്ക് 6 പ്ലേസ്മെന്റ്സ് ആണ് കാണുകയുള്ളൂ. നാട്ടിലെ പോലെ എല്ലാ പോസ്റ്റിംഗും കൂടി നമ്മൾ റൊട്ടേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ മെഡിക്കൽ സ്കൂൾ കഴിയുമ്പോൾ നമുക്ക് GMCയിൽ എടുക്കുന്ന പ്രൊഫഷണൽ ലൈസൻസ്ഡ് പ്രാക്ടീസിനാണ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് F1 കഴിയുമ്പോഴാണ് നമുക്ക് ഫുൾ ലൈസൻസ്ഡ് പ്രാക്ടീസ് കിട്ടുള്ളൂ. ഇപ്പം അങ്ങനെ കിട്ടിയാൽ തന്നെ നമ്മൾ F2 കൂടി കംപ്ലീറ്റ് ചെയ്താലാണ് ഇവിടെ മൊത്തം ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ നമ്മൾ നാട്ടിൽ ഹൗസ് സർജൻസി കഴിഞ്ഞാൽ ഒന്നുകിൽ PG കയറും, അല്ലെങ്കിൽ PG പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ഇയർ ഔട്ട് എടുക്കും, അല്ലെങ്കിൽ നമ്മളൊരു JR ആയിട്ട് കയറും. അതുപോലെ തന്നെ ഇവിടെ ഫൗണ്ടേഷൻ ഇയർ അല്ലെങ്കിൽ നാട്ടിലെ ഹൗസ് സർജൻസി പോലെ ഇവിടുത്തെ ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞാൽ ഒന്നുകിൽ ട്രെയിനിങ്ങിന് കയറും, അല്ലെങ്കിൽ നോൺ ട്രെയിനിങ്ങിന് കയറും. ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ PG കയറുന്നതാണ്, അതിന് പറയുന്നതാണ് ഇവിടെ ട്രെയിനിങ്ങിന് കയറുക, അല്ലെങ്കിൽ ഒരു ജൂനിയർ ഡോക്ടറായിട്ട് അല്ലെങ്കിൽ നോൺ ട്രെയിനിങ് ജോബിലേക്ക് കയറുക. ഇവിടെ നമ്മൾ കുറെ അധികം കേൾക്കുന്ന ഒരു 2 ടേംസ് ആണ് ട്രെയിനിങ് ജോബ്സ്, നോൺ ട്രെയിനിങ് ജോബ്സ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ട്രെയിനിങ് ജോബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PG കയറുക, നാട്ടിൽ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ PG കയറുന്നതിനാണ് ഒരു ട്രെയിനിങ്ങിന് കയറുക എന്ന് പറയുന്നത്. അപ്പൊ ട്രെയിനിങ്ങിന് കയറുമ്പോൾ നമുക്കൊരു കരിയർ പ്രോഗ്രഷൻ ഉണ്ട്, നമുക്ക് വർക്ക് ബേസ് അസസ്മെന്റ് ഉണ്ട്, പിന്നെ അതർ എക്സാംസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കരിയറിൽ പ്രോഗ്രസ് ചെയ്ത് അറ്റ് ദ എൻഡ് യു ബിക്കം എ കൺസൾട്ടന്റ്. പക്ഷെ നോൺ ട്രെയിനിങ് ജോബ് ആണെങ്കിൽ നമുക്ക് യൂഷ്വലി ഒരു കരിയർ പ്രോഗ്രഷൻ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ജസ്റ്റ് ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു, യു വിൽ ഗെറ്റ് എ സാലറി ആൻഡ് ദാറ്റ്സ് ഇറ്റ് നോർമലി. പക്ഷെ ഇഫ് യു ആർ മോർ പ്രൊആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ ട്രെയിനീസ് ചെയ്യുന്ന സെയിം വർക്ക് ബേസ് അസസ്മെന്റ്സും എക്സാംസും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കരിയർ പ്രോഗ്രഷൻ അച്ചീവ് ചെയ്യാനാണ്. ബട്ട് യൂഷ്വലി ഇറ്റ്സ് tedious ബട്ട് ഇറ്റ്സ് അച്ചീവബിൾ. സോ നമുക്ക് ഇനി ഇവിടുത്തെ ട്രെയിനിങ് പാത്വേ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് പാത്വേനെ പറ്റി നോക്കാം. സോ ഇവിടുത്തെ ട്രെയിനിങ് പാത്വേ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അൺകപ്പിൾ ട്രെയിനിങ്ങും ഉണ്ട്, 2 റൺ ത്രൂ ട്രെയിനിങ്ങും ഉണ്ട്. അൺകപ്പിൾ ട്രെയിനിങ്ങിന്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ അല്ലെങ്കിൽ സർജറി അല്ലെങ്കിൽ സൈക്കാട്രി, ഇതാണ് അൺകപ്പിൾ ട്രെയിനിങ് പാത്വേയിൽ കൂടെ പോകുന്ന സ്പെഷ്യാലിറ്റീസ്. മെഡിസിൻ ട്രെയിനിങ്ങിനെ ഇവിടെ നമ്മൾ IMT ഇന്റേണൽ മെഡിസിൻ ട്രെയിനിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്റേണൽ മെഡിസിൻ ട്രെയിനിങ് നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ IMT 1 അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. IMT 1 ആൻഡ് ദെൻ സെക്കൻഡ് IMT 2 ആൻഡ് ദെൻ IMT 3. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യണം. സ്പെഷ്യാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാർഡിയോളജി, റെസ്പിറേറ്ററി, ഗ്യാസ്ട്രോ, ഡെർമറ്റോളജി, അങ്ങനെ നമ്മൾ സ്പെഷ്യാലിറ്റിക്ക് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യാലിറ്റി കൂടെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇയർ സ്പെഷ്യാലിറ്റി കയറുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് ST4 അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ട്രെയിനി 4. എന്നിട്ട് പിന്നെ ST5, ST6 ആൻഡ് ദെൻ യു ട്രെയിൻ ടു ബിക്കം എ കൺസൾട്ടന്റ്. സോ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ഈ ട്രെയിനിങ് ഇയേഴ്സ് ക്യാൻ വേരി. അപ്പൊ നമ്മൾ IMT 3 കഴിഞ്ഞിട്ട് ST4 കയറിയില്ല. അപ്പം ആ ഇയേഴ്സ് ക്യാൻ വേരി ഫ്രം 4 to 5 years. അപ്പൊ നമ്മൾ ST4 കയറിയിട്ട് ST8 വരെ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മളൊരു കൺസൾട്ടന്റ് ആവുന്നത്. ഇപ്പൊ നാട്ടിലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നാട്ടിൽ 3 കൊല്ലം മെഡിസിൻ കഴിഞ്ഞാൽ തന്നെ നമ്മളെ കൺസൾട്ടന്റ് ആണെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ 3 കൊല്ലം മെഡിസിൻ ട്രെയിൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്തു, 4 to 5 years സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസൾട്ടന്റ് ആവുന്നത്. അപ്പൊ നമ്മൾ ആ ST4 മുതൽ ST8 വരെയുള്ള
സമയത്താണ് നമ്മൾ രജിസ്ട്രാർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺസൾട്ടന്റ് ആവുന്നത്. സോ ഇനി സർജിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ സർജിക്കൽ സ്പെഷ്യാലിറ്റി ട്രെയിനിങ് പറ്റി പറയുകയാണെങ്കിൽ സർജറിയുടെ ഫസ്റ്റ് ഇയർ ഓഫ് ട്രെയിനിങ്ങിന് നമ്മൾ കോ ട്രെയിനി അല്ലെ കോ സർജിക്കൽ ട്രെയിനി 1, ദെൻ യു ബിക്കം എ കോ സർജിക്കൽ ട്രെയിനി 2. അപ്പൊ CT1 CT2 ആണ്. അത് കഴിയുമ്പോൾ നമ്മൾ കോ ട്രെയിനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യണം സ്പെഷ്യാലിറ്റിക്ക് വേണ്ടി. സ്പെഷ്യാലിറ്റീസ് എന്ന് വെച്ചാൽ ഇവിടെ ട്രോമ ഓർത്തോപീഡിക്സ്, വാസ്കുലർ, യൂറോളജി, അങ്ങനത്തെ സ്പെഷ്യാലിറ്റീസ് അങ്ങനെ അതിന് അപ്ലൈ ചെയ്യണം. അഗെയിൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ഇയേഴ്സ് ക്യാൻ വേരി ഫ്രം 4 to 6 years and then you become a consultant. അപ്പൊ CT1 കഴിഞ്ഞു, CT2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സർജിക്കൽ ട്രെയിനിങ് ആണെങ്കിൽ ST3 മുതൽ അവരെ രജിസ്ട്രാർ എന്ന് വിളിക്കാം. ഇനി സൈക്കാട്രി ട്രെയിനിങ്ങിനെ പറ്റി പറയാം. സോ സൈക്കാട്രി കോ ട്രെയിനിങ് 3 years ആണ്. അപ്പൊ ഫസ്റ്റ് ഇയർ ഓഫ് ട്രെയിനിങ്ങിന് നമ്മൾ CT1 അല്ലെങ്കിൽ കോ ട്രെയിനി 1 and then CT2 കോ ട്രെയിനി 2 and 3. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യലൈസേഷൻ അപ്ലൈ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഏജ് സൈക്കാട്രി, ഫോറൻസിക് സൈക്കാട്രി, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, പെരിനേറ്റൽ സൈക്കാട്രി, അങ്ങനെ അതിൽ സ്പെഷ്യലൈസ് ചെയ്യാം. സ്പെഷ്യാലിറ്റി ഇവിടെ 3 years ആണ്. അപ്പൊ നമ്മൾ സ്പെഷ്യാലിറ്റി കയറുമ്പോൾ ST4 അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ട്രെയിനിങ് 4, അപ്പോഴാണ് നമ്മൾ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ST5 and ST6 and then you become a consultant. അപ്പോൾ ട്രെയിനിങ്ങിന്റെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ റൺ ത്രൂ ട്രെയിനിങ്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി യു ചൂസ്, യു കുഡ് ടേക്ക് അപ് ടു 3 to 7 years to specialize and become a consultant. റൺ ത്രൂ ട്രെയിനിങ്ങിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ GP ട്രെയിനിങ് അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീസ്, ഫാമിലി മെഡിസിൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 3 years ആണ്. അല്ലെങ്കിൽ OPG ആണെങ്കിൽ 7 years ആണ്. പിന്നെ വേറെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക്സ്, റേഡിയോളജി, കാർഡിയോതൊറാസിക് സർജറി, ഓഫ്താൽമോളജി, അങ്ങനത്തെയൊക്കെയാണ് റൺ ത്രൂ പോസ്റ്റീസ്. ഇങ്ങനത്തെയുള്ള റൺ ത്രൂ സ്പെഷ്യാലിറ്റീസിൽ കയറാൻ വേണ്ടിയിട്ട് യു ഇനീഷ്യലി ഗിവ് എൻ എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ ഇന്റർവ്യൂ, ആൻഡ് ദെൻ ഇഫ് യു സക്സസ്ഫുൾ യു സ്റ്റാർട്ട് അറ്റ് ദ ലെവൽ ഓഫ് എൻ ST1, പിന്നെ ST2, ST3 അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി യു കംപ്ലീറ്റ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ആൻഡ് ദെൻ ബിക്കം എ കൺസൾട്ടന്റ്. റൺ ത്രൂ ട്രെയിനിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യുവർ പ്രോഗ്രഷൻ ഇസ് അൺഇൻറ്ററപ്റ്റഡ്. എന്നുവെച്ചാൽ അൺകപ്പിൾഡ് ട്രെയിനിങ് ആയിരുന്നെങ്കിൽ നമ്മൾ ആദ്യമേ 3 years അല്ലെങ്കിൽ 2 years അല്ലെങ്കിൽ 3 years കോ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ട് സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യണം. ഓവർ ഹിയർ ഇപ്പോൾ നമ്മളിപ്പോൾ OPG എടുക്കുകയാണെങ്കിൽ ST1 തുടങ്ങിയിട്ട് 7 years കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസൾട്ടൻ്റ് ആവും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. ഇപ്പം നമ്മൾ നാട്ടിൽ ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് UK വരുവാണെങ്കിൽ നമുക്ക് പ്ലാബ് എക്സാംസ് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഡയറക്റ്റ്ലി അപ്ലൈ ഫോർ GMC രജിസ്ട്രേഷൻ ആൻഡ് യു ഗെറ്റ് ഫുൾ ലൈസൻസ് ടു പ്രാക്ടീസ്. ബിക്കോസ് നമ്മുടെ നാട്ടിലെ ഹൗസ് സർജൻസി ഈസ് ഇക്വലന്റ് ടു FY1 ഹിയർ. GMC രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നെങ്കിൽ ട്രെയിനിങ് ജോബിൽ കയറാം അല്ലെങ്കിൽ നോൺ ട്രെയിനിങ് ജോബിൽ കയറാം. ഇപ്പോൾ ട്രെയിനിങ് ജോബ് എന്ന് പറഞ്ഞാൽ FY2 സ്റ്റാൻഡ് അലോൺ പോസ്റ്റ്. അപ്പോൾ അത് UK ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് ഇയറിൽ നമ്മൾ കയറുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് STAT എക്സാം കൊടുക്കണമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ IELTS കുറച്ചും കൂടി കൂടുതൽ സ്കോർ വേണം. നമ്മൾ ആ ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മാർച്ച് ഏപ്രിലൊക്കെയാണ് അത് അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റിലാണ് തുടങ്ങുകയുള്ളൂ. ലിമിറ്റഡ് നമ്പർ ഓഫ് പോസ്റ്റേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും കമ്പയർഡ് ടു എ നോൺ ട്രെയിനിങ് ജോബ്. അല്ലെങ്കിൽ നമുക്ക് FY2 ഇക്വലൻ്റ് ആയിട്ടുള്ള നോൺ ട്രെയിനിങ് ജോബ്സിൽ കയറാം. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ട്രെയിനിങ്ങിന് കയറണമെങ്കിലും, ഇപ്പോൾ CT ട്രെയിനിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിനാണെങ്കിലും ഏത് ട്രെയിനിങ് കയറണമെങ്കിലും നമ്മൾ F2 കോമ്പറ്റൻസി ഫോം സൈൻ ഓഫ് ചെയ്യണം. അതിനിപ്പോൾ പറയുന്ന ക്രെസ്റ്റ് ഫോം എന്നാണ്. ആ ഫോം സൈൻ ഓഫ് ചെയ്താലാണ് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനി നമുക്ക് നോൺ ട്രെയിനിങ് ജോബ് ടൈറ്റിൽസിനെ പറ്റി നോക്കാം. സോ നോൺ ട്രെയിനിങ് ജോബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോട്ട ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്വർടൈസ് ചെയ്യുന്ന ജോബ്സ് ആണ് നോൺ ട്രെയിനിങ് ജോബ്സ്. അതിന്റെ ലെവൽ ക്യാൻ റേഞ്ച് ഫ്രം FY1 ഇക്വലന്റ് ടു രജിസ്ട്രാർ ഇക്വലന്റ്. സോ അപ്പൊ ഷെറിൻ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ഹൗസ് സർജൻസി കഴിഞ്ഞു വരുന്ന ഒരാൾക്ക് ഒന്നെങ്കിൽ FY2 ഇക്വലന്റ് ആയിട്ടുള്ള നോൺ ട്രെയിനിങ് ജോബ് അല്ലെങ്കിൽ SHO എന്ന് പറയും. SHO സ്റ്റാൻഡ്സ് ഫോർ സീനിയർ ഹൗസ് ഓഫീസർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു FY2-ന്റെയും ഒരു രജിസ്ട്രാറിന്റെയും ഇടയ്ക്കുള്ള ഒരു പോസ്റ്റാണ്. അപ്പൊ ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജൂനിയർ ക്ലിനിക്കൽ ഫെലോ അല്ലെങ്കിൽ JCF എന്ന് പറയും, ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. ജൂനിയർ ക്ലിനിക്കൽ ഫെലോയുടെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ FY2 ഇക്വലന്റ് ഓർ FY2-ന്റെയും ഒരു CT1 കോ ട്രെയിനിയുടെയും ഇടയ്ക്കുള്ള
ഒരു പോസ്റ്റ് എന്ന് പറയാം. ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഗ്രേഡ് ലെവൽ അപ്ലൈ ചെയ്യാം. ട്രസ്റ്റ് ഗ്രേഡ് ലെവൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി നോക്കേണ്ടത് ഇപ്പൊ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പോസ്റ്റ് നമ്മൾ കാണുവാണെങ്കിൽ അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കണം. അപ്പൊ ട്രസ്റ്റ് ഗ്രേഡ് SHO ലെവലിലെ ട്രസ്റ്റ് ഗ്രേഡ് ജോബ്സും ഉണ്ട്, രജിസ്ട്രാർ ലെവലിലുള്ള ട്രസ്റ്റ് ഗ്രേഡ് ജോബ്സും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഹൗസ് ഏജൻസി കഴിഞ്ഞ് നേരെ വരുവാണെങ്കിൽ നമുക്ക് വേണ്ടത് SHO ലെവലിലുള്ള ട്രസ്റ്റ് ഗ്രേഡ് ജോബാണ്. ഇപ്പൊ പറഞ്ഞ എല്ലാ പോസ്റ്റുകളിൽ നിന്നോട് നമുക്ക് FI2 കോമ്പിറ്റൻസി അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ ക്രസ്റ്റ് ഫോം സൈൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യാനാണ്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളിപ്പോ ഹൗസ് ഏജൻസി കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് FI1 ഇക്വലന്റ് ആയിട്ടുള്ള നോൺ ട്രെയിനിങ് ജോബ്സ് ഉണ്ട്, അതിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് MD കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലൊരു പെർട്ടിക്കുലർ സ്പെഷ്യാലിറ്റിയിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ഇവിടുത്തെ റോയൽ കോളേജിന്റെ എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ രജിസ്ട്രാർ ലെവലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന്റെ ടേംസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ SAS ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ ട്രസ്റ്റ് ഗ്രേഡ് ഇക്വലന്റ് രജിസ്ട്രാർ ലെവൽ, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് എന്നൊക്കെയാണ് അവർക്ക് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രാർ ലെവലിൽ കയറുന്ന ഡോക്ടേഴ്സിന് ട്രെയിനിങ്ങിൽ കയറാതെ തന്നെ CSER പാത്വേ കൂടി കൺസൾട്ടൻ്റ് ആവാൻ പറ്റും. ബട്ട് വി ഹേർഡ് ദാറ്റ്സ് എ വെരി ലോങ് ആൻഡ് ടീഡിയസ് പ്രോസസ്. ഒത്തിരി പേപ്പർ വർക്ക് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കൺസൾട്ടൻറ്റ് നമ്മൾ സൈൻ ഓഫ് ചെയ്യണം. വിൽ ഹാവ് ടു പ്രൂവ് ദാറ്റ് വി ആർ ഇക്വലന്റ് ആൻഡ് ആസ് കോമ്പറ്റീറ്റീവ് ആസ് എ ട്രെയിനി ഹിയർ ഇൻ UK. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടീഡിയസ് പ്രോസസ്സാണ്, ബട്ട് ഇറ്റ് ഈസ് അച്ചീവബിൾ. പിന്നെ നമ്മളിവിടെ മോസ്റ്റ് കോമൺലി കേൾക്കുന്ന ഒരു ടേമാണ് ലോക്കം ചെയ്യുക അല്ലെങ്കിൽ ലോക്കം ജോബ്സ്. ലോക്കം ജോബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അർജന്റ് ലോക്കം ജോബ്സും വരും, അല്ലെങ്കിൽ നോൺ അർജന്റ് അല്ലെങ്കിൽ ലോങ് ടേം ലോക്കം ജോബ്സ് എന്നാണ്. അർജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ സിക്ക് വിളിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വരാൻ പറ്റുന്നില്ല, ഫോർ എക്സാമ്പിൾ ഒരു ബെറീമെന്റ് ഉണ്ട്, അങ്ങനെ ആ സമയത്ത് റോട്ടയിൽ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ട്രസ്റ്റ് ആ ജോബ് അഡ്വർടൈസ് ചെയ്യും. അപ്പൊ ആ ഒരു ടൈം പീരീഡ്, ആ ഒരു ഇതിനെയാണ് നമ്മൾ ലോക്കം ജോബ് എന്ന് പറയുന്നത്. നോർമലി ഒരു ലോക്കം ജോബ് അവരൊരു അവർലി റേറ്റിനായിരിക്കും അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഈ ലോങ് ടേം ലോക്കം. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരാൾ മെറ്റേണിറ്റി ലീവിൽ പോവാണ്, അപ്പൊ ആ ഒരു റോട്ട ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അവര് ലോങ് ടേം ലോക്കത്തിന്റെ ജോബ് അഡ്വർടൈസ് ചെയ്യാം. അപ്പൊ അഗെയിൻ അവര് ഒരു റേറ്റ് പറയും, അത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോങ് ടേം ലോക്കത്തിനെ പറ്റി പറയുമ്പോൾ മെൻഷൻ ചെയ്യേണ്ട 2 ടേംസ് ആണ് ലാറ്റും ലാസും. ലാറ്റ് എന്ന് പറഞ്ഞാൽ ലോക്കം അപ്പോയിന്റഡ് ഫോർ ട്രെയിനിങ്ങും, ലാസ് എന്ന് പറഞ്ഞാൽ ലോക്കം അപ്പോയിന്റഡ് ഫോർ സർവീസും. ലാസ് പോസ്റ്റ് സാധാരണ 3 months പോസ്റ്റാണ്. ലാറ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ വേരി ബിറ്റ്വീൻ 3 months to a year. പക്ഷെ നമ്മളിവിടെ ആദ്യമായിട്ട് UK വരുമ്പോൾ നമുക്ക് വർക്ക് വിസ വേണം. അപ്പോൾ അതിനിപ്പോൾ പറയുന്നത് സ്കിൽഡ് വർക്കേഴ്സ് വിസയാണ്. അപ്പോൾ ഇങ്ങനത്തെ പോസ്റ്റുകൾക്ക് സാധാരണ അങ്ങനത്തെ വിസ തരാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കണം. അപ്പോൾ അതിനകത്തുണ്ടാവും അവർ നമുക്ക് സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ സ്കിൽ വർക്കേഴ്സ് വിസ തരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ജോബിനാണെങ്കിലും അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ഇതുവരെ പറഞ്ഞ ജോബ് ടൈറ്റിൽസ് ഒക്കെ ഇവിടെ NHS അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ ആണ്. ഇപ്പോൾ നമ്മളിവിടെ പ്ലാബ് കഴിഞ്ഞിട്ട് GMC രജിസ്ട്രേഷൻ കിട്ടിയിട്ട് ഇവിടെ പ്രൈവറ്റ് സെക്ടറിലും വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ജൂനിയർ ഡോക്ടേഴ്സിന് പറയുന്നതാണ് RMO അല്ലെങ്കിൽ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ. വി ഹോപ്പ് യു ഓൾ ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡു ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. We'll try to do a Q&A based on your questions sometime in the near future. Until we see you again, take care, keep safe. Bye-bye.